ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. വലിയ വാർത്തയെത്തുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയിരിക്കുന്നു. സൗമ്യ വധക്കേസിലെ പ്രതിയാണ്. എം സന്തോഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ തടവ് പുള്ളി രക്ഷപ്പെട്ടത്? മനു, വളരെ സുപ്രധാനമായ വാർത്തയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നത്. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ള വിവരം ജയിലിൽ നിന്ന് ലഭിക്കുന്നത്. ജയിലിൽ ഈ ഗോവിന്ദച്ചാമിയെ സെല്ലിൽ കാണുന്നില്ല. ജയിൽ വളപ്പിലെല്ലാം തന്നെ രാവിലെ തന്നെ ഈ ജയിൽ അധികൃതർ വളരെ വിശദമായി തന്നെ പരിശോധന നടത്തിയെങ്കിലും ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ജയിലിന്റേത് വളരെ വിശാലമായ ഏരിയ ഉള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തെല്ലാം ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയും പരിശോധിച്ചു വരികയാണ്. ആദ്യ വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഏത് വഴിയാണ്, എങ്ങനെയാണ് തടവ് ചാടിയത് എന്നത് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. കേരളം കണ്ട ഏറ്റവും അതിദാരുണമായ ഒരു കൊലപാതകത്തിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി. ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് അതിദാരുണമായി സൗമ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി. ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ്. 2011 ഫെബ്രുവരി 1 ഈ സൗമ്യയെ ഗോവിന്ദച്ചാമി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. 2011 നവംബറിൽ തന്നെ തൃശൂർ അതിവേഗ കോടതി ഈ കേസിൽ ശിക്ഷയും പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കണ്ണൂർ ടൗൺ SHO യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സന്തോഷേ. കാരണം നമുക്കറിയാം, ക്രൂരമായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ക്രൂരനായ പ്രതിയാണ്. അയാളാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്. അതും ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന്. വലിയ തോതിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട് ഈ വാർത്ത. തീർച്ചയായും വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. കാരണം കേരളം വളരെ ഈ ഒരു വളരെ വെറുക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത്. കാരണം കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയ ഒരു വ്യക്ടി കൂടിയാണ്. കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ആശങ്കപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു അത്. സ്ത്രീകളുടെ സുരക്ഷയുൾപ്പെടെ ഈ നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൂടെ പോകുന്ന സ്ത്രീകളുടെ സുരക്ഷയുൾപ്പെടെ ഭീഷണിയായ തരത്തിലുള്ള ഒരു സംഭവം ായിരുന്നു ഈ സൗമ്യയുടെ വധക്കേസ് എന്ന് പറയുന്നത്. ആ സൗമ്യ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ളത് തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഏതായാലും ഇന്ന് രാവിലെ മുതൽക്ക് ഗോവിന്ദച്ചാമിയെ അവിടെ സെല്ലിൽ കാണുന്നില്ല. തുടർന്ന് ജയിൽ അധികൃതർ വളരെ ഇന്നലെ രാത്രി അയാൾ സെല്ലിൽ ഉണ്ടായിരുന്നു, ഇന്ന് പുലർച്ചെ നോക്കുമ്പോൾ കാണുന്നില്ല എന്നാണോ ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും മനു, പ്രാഥമികമായി ആ കാര്യമാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ കാണുന്നില്ല. അതിനെ തുടർന്ന് തന്നെ ജയിൽ അധികൃതർ വളരെ വിശദമായി തന്നെ പുലർച്ചെ മുതൽക്ക് തന്നെ ജയിലിന്റെ എല്ലാ സ്ഥലങ്ങളും, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഏക്കർ കണക്കിന് ഉള്ള പരന്നു കിടക്കുന്ന പ്രദേശമാണ്. പക്ഷേ ഇവിടെ നിന്നും മറ്റേതെങ്കിലും സ്ഥലത്ത് ഒളിച്ചിരിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അതിന്റെ ഏതായാലും അങ്ങനെയുള്ള ഒരു സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള പരിശോധന ഈ ജയിൽ അധികൃതർ നടത്തിയിരുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് പോലീസിലും വിവരം കൈമാറുകയായിരുന്നു. തുടർന്ന് ടൗൺ പോലീസിന്റെ നേതൃത്വത്തിൽ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ SHOയുടെ നേതൃത്വത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പ്രാഥമികമായി തന്നെ വളരെ ചില സാധ്യതകളുള്ള സ്ഥലങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജയിൽ അധികൃതരും അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇത്രയും മണിക്കൂറുകളായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഈ ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. മനു, തീർച്ചയായും സന്തോഷ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുമ്പോൾ വലിയ തോതിൽ സുരക്ഷ, ഒപ്പം തന്നെ CCTV സർവൈലൻസ് ഇതെല്ലാം ഉള്ളതാണ്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തീർച്ചയായും അക്കാര്യത്തിൽ കാര്യമായ പരിശോധന തന്നെ ആവശ്യമായി വരും. കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ അതീവ സുരക്ഷ ഉള്ള ഒരു ജയിലിൽ നിന്നും അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന പ്രതി ജയിൽ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള അന്വേഷണം നടക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളും ആവശ്യമായി വരും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പ്രാഥമികമായിട്ടുള്ള
കൃത്യമായിട്ടുള്ള അന്വേഷണം പഴുതടച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽക്ക് തന്നെ നമുക്ക് ഈ ചെറിയ വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അത് ഈ ജയിലിന്റെ ഏതെങ്കിലും വളപ്പിൽ ഈ പ്രതി ഉണ്ടാകും എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമയത്ത് അത് കൂടുതൽ അത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരുന്നില്ല. കാരണം ജയിലിന്റെ ഈ പരിസരങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പരിശോധന മണിക്കൂറുകൾ പരിശോധിച്ചിട്ടും കണ്ടെത്താതിനെ തുടർന്നാണ് അതൊരു സ്ഥിരീകരണമുള്ള ഒരു വാർത്തയായി മാറുന്നത്. ഈ ഗോവിന്ദസ്വാമിയെ കാണാനില്ല എന്നുള്ളത്. ഏതായാലും ഇത് ഈ കാര്യങ്ങൾ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഏത് വിധത്തിലാണ് അവിടെ നിന്നും കടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള അന്വേഷണവും പരിശോധനയും നടന്നു വരികയാണ്. മനു.